Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതൊന്നുകൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഓപ്പറേഷൻസ്? സെൻറ്ററിങ്, ലെവലിംഗ് ആൻഡ് ഫോക്കസിങ്. സെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് നമ്മളുടെ ഗ്രൗണ്ടിലുള്ള സ്റ്റേഷനിലേക്ക് സെൻറ്റർ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്ററിങ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറ്റികൾ വെച്ചിട്ട് സ്റ്റേഷനുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കുറ്റി ഇരിക്കുന്ന പൊസിഷൻ തന്നെ ആയിരിക്കണം നമ്മൾ വെക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററും. അപ്പോൾ നമ്മൾ കോമ്പസ് നമ്മൾ ഫീൽഡിൽ കൊണ്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കോമ്പസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ഒരു കല്ലിട്ട് നോക്കിയിട്ടാണ് ആ കല്ല് നേരെ ഈ കുറ്റിയുടെ മുകളിൽ വന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ വെച്ച പൊസിഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് കറക്റ്റ്. അതല്ല, നമ്മൾ കോമ്പസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇടുന്ന താഴെ വന്ന് പതിക്കുന്നത് ആ കുറ്റിയുടെ മുകളിലല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രിപ്പോഡുകളുടെ കാല് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെൻ്റ് ഒന്നും അങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഈ ഇടുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ് ആരിയിരിക്കുന്നത്? ഈ ട്രിപ്പോഡ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലെവൽഡ് ആയിട്ടുള്ള ഒരു കോമ്പസിൽ നിന്ന് എടുക്കുന്ന റീഡിങ്സ് ആണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രിപ്പോഡ് ആൻഡ് കോമ്പസ് ഒരു ലെവൽഡ് ഏരിയയിലാണ്, ലെവൽഡ് സർഫസിലാണ് ഇരിക്കുന്നത് ഉറപ്പ് വരുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെവലിംഗ് ഈസ് എ കോമ്പസ് ഈസ് ഡൺ വിത്ത് ദ എയിം ഓഫ് ഫ്രീലി സ്വിങ് ഗ്രാജുവേറ്റഡ് സർക്കുലേറ്റർ റിംഗ് ഓഫ് ഈ പ്രിസ്മാറ്റിക് കോമ്പസിലെ ഗ്രാജുവേറ്റഡ് സർക്കുലേറ്റർ റിങ്ങിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം ലെവൽഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നത്. ദ ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ഓൺ ദ ട്രിപ്പോഡ് വിൽ ഹെൽപ്പ് ടു ഈ ട്രിപ്പോഡിൻ്റെ മുകളിലൊരു ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അതാണ് നമ്മളെ ലെവൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാജുവേറ്റഡ് റിങ്ങിനെ ഒബ്സർവ് ചെയ്ത് അത് കറക്റ്റ്ലി അതിൻ്റെ പൊസിഷൻ കറക്റ്റാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പസ് ലെവൽഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉറപ്പ് വരുത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫോക്കസിങ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെൻറ്റർ ചെയ്ത് ലെവൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്പറേഷന് ഇൻസ്ട്രുമെൻറ്റ് യൂസ് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നാണ്. ഫോക്കസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രിസമാണ്. അതായത് ഈ പ്രിസം നമ്മൾ പറഞ്ഞു, നമ്മൾ നേക്കഡ് ഐ കൊണ്ട്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഗ്രാജുവേറ്റഡ് റിങ്ങിലെ ഗ്രാജുവേഷൻസ് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു പ്രിസം അറേഞ്ച്മെൻറ്റ് ഈ കോമ്പസിൻ്റെ കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിസം അറേഞ്ച്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്ത ശേഷം നമ്മളുടെ കറക്റ്റ് നമ്മുടെ കണ്ണിനനുസരിച്ച് ഈ ഗ്രാജുവേഷൻസ്, ഈ മെഷർമെൻറ്റ്സ് ക്ലിയർ ആയി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ മേലേക്കും താഴേക്കും മൂവ് ചെയ്യും പ്രിസം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോക്കസിങ് എന്ന് പറയുന്നത്. ദ പ്രിസം പൊസിഷൻ ഓഫ് ദ പ്രിസം വിൽ ഡിപ്പെൻഡ് അപ്പോൾ ഓരോ ഒബ്സർവറുടെയും വിഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഒബ്സർവറും ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഫോക്കസിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഫോക്കസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് സർവേയേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങളിങ്ങനെ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് വരച്ചതിൻ്റെ ഡയമെൻഷൻസൊക്കെ നിങ്ങൾ അതിൻ്റെ പാർട്സൊക്കെ അടയാളപ്പെടുത്തി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലേക്ക് പോവുകയാണ്. അത് കോമ്പസ് ട്രാവേഴ്സിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. നമ്മളത് പഠിക്കുന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ഡെഫിനിഷൻസ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അതേസമയം നമുക്ക് പ്രോബ്ലംസിനും ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു പാർട്ടിൽ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്? എന്താണ് ട്രൂ മെറിഡിയൻ എന്നാണ്? ദ ലൈൻ or plane passing through the geographical north and geographical south. ഭൂമിയുടെ അച്ചുതണ്ട് അല്ലേ, ഭൂമിയുടെ അക്ഷാംശം രേഖാംശമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഭൂമി ഒരു ഗോളമാണ്. ഇതിൻ്റെ അപ്പർ എൻഡിലാണ് ആരുള്ളത്?
നോർത്ത് പോളുള്ളത്, താഴെ സൗത്ത് പോളുണ്ട്. ഈ സൗത്ത് പോളിനെ നമ്മൾ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് ജോഗ്രഫിക്കൽ സൗത്ത്. ഈ ജോഗ്രഫിക്കൽ നോർത്തിനെയും ജോഗ്രഫിക്കൽ സൗത്തിനെയും കണക്റ്റ് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ്. ലൈൻ പാസിംഗ് ത്രൂ ദ ജോഗ്രഫിക്കൽ സൗത്ത് ആൻഡ് ജോഗ്രഫിക്കൽ നോർത്ത് പോൾ ഇസ് കോൾഡ് ട്രൂ മെറിഡിയൻ. ഇപ്പോൾ നിങ്ങൾ ട്രൂ മെറിഡിയൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നോർത്ത് പോൾ മാത്രമേ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. നേരെ താഴെ സൗത്ത് പോളും ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നിങ്ങൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇത് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്തതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് സസ്പെൻഡഡ് ഫ്രീലി ആൻഡ് ബാലൻസ്ഡ് പ്രോപ്പർലി. ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഈ ഒരു പിവേർട്ട് നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ റേഞ്ച് പാർട്സൊക്കെ പഠിച്ചതാണ്. ഒരു പിവേർട്ടിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിടുകയും അത് ഫ്രീ ആയിട്ട് ബാലൻസ് ചെയ്തിടുകയും അത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസുമായിട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് നീഡിൽ തരുന്ന ഡയറക്ഷനാണ്. പക്ഷേ ആ ഡയറക്ഷൻ തരുന്ന സമയത്ത് നീഡിൽ എങ്ങനെയായിരിക്കണം, അത് ആ പിവേർട്ടിൻ്റെ മുകളിൽ എന്തായിരിക്കണം, സസ്പെൻഡഡ് ഫ്രീലി ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, അൺഎഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആയിരിക്കണം. എന്നാലേ അത് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് തരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറിഡിയൻ ആയിട്ടാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റും പ്രിസ്മാറ്റിക് കോമ്പസുമായിട്ട് എടുക്കുന്ന ഡയറക്ഷനൊക്കെ ഈ മാഗ്നറ്റിക് മെറിഡിയൻ വെച്ചിട്ടാണ്. ഒരിക്കലും ട്രൂ മെറിഡിയൻ വെച്ചിട്ടല്ല നമ്മൾ എടുക്കുന്നത്. മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ആംഗിൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ എ ബി എന്ന് പറഞ്ഞ ലൈൻ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും ട്രൂ മെറിഡിയൻ അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാഗ്നറ്റിക് നീഡിൽ തരുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ആ മാഗ്നറ്റിക് നീഡിൽ തരണമെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയായിരിക്കണം, ഫ്രീലി സസ്പെൻഡഡ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, അൺഎഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആയിരിക്കും. അങ്ങനെയുള്ള മാഗ്നറ്റിക് നീഡിൽ തരുന്ന ഡയറക്ഷനെ നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയും. ആ മാഗ്നറ്റിക് മെറിഡിയൻ മായി ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ബിയറിംഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ്, ഈ രണ്ട് പേരിലും വിളിക്കും. അപ്പോൾ ബിയറിംഗ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ബിയറിംഗ്. മാഗ്നറ്റിക് ബിയറിംഗ് എന്നും അതിനെ വിളിക്കും, ബിയറിംഗ് എന്നും അതിനെ വിളിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ് ആർബിട്രറി മെറിഡിയൻ എന്ന് നോക്കാം. എന്താണ് ആർബിട്രറി മെറിഡിയൻ? നമ്മൾ അസ്യൂം ചെയ്യുന്ന, ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം എന്നുള്ള അർത്ഥമാണ് അതിന്, അല്ലേ? നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസ്യൂം ഡയറക്ഷൻ ഈസ് കോൾഡ് ആർബിട്രറി മെറിഡിയൻ. നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. ഗ്രിഡ് മെറിഡിയനോ, നമ്മൾ ചില സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും, ഈ സർവേയിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും വെച്ചാൽ ചില ലൈൻസിനെ അവരെന്ത് ചെയ്യും, ഈ ട്രൂ മെറിഡിയന് പാരലായിട്ടുള്ള ലൈൻസ് വേറെ ഏതെങ്കിലും ലൈൻസിനെ അവർ അസ്യൂം ചെയ്തെടുക്കും. അല്ലെങ്കിൽ അതിനെ അവരെന്ത് ചെയ്യും, അവരുടെ മെറിഡിയൻ, സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് അവരെന്ത് ചെയ്യും, അസ്യൂം ചെയ്തെടുക്കും. അത്തരം മെറിഡിയൻസിനെയാണ് നമ്മൾ ഗ്രിഡ് മെറിഡിയൻ എന്ന് പറയുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെറിഡിയൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര മെറിഡിയൻസ് പഠിച്ചു? ട്രൂ മെറിഡിയൻ പഠിച്ചു, മാഗ്നറ്റിക് മെറിഡിയൻ പഠിച്ചു, അതിൽ നിന്ന് മാഗ്നറ്റിക് ബിയറിംഗ് അല്ലെങ്കിൽ സിംപ്ലി ബിയറിംഗ് എന്താണെന്ന് പഠിച്ചു, ഗ്രിഡ് മെറിഡിയൻ ആൻഡ് ആർബിട്രറി മെറിഡിയൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫീൽഡിൽ പോയിട്ട് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയനെ അപേക്ഷിച്ചുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഈ ആംഗിളിനെ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ, റെപ്രസെൻറ്റ് ചെയ്യാൻ രണ്ട് സിസ്റ്റംസ് ഉപയോഗിക്കും. അതിനെയാണ് ഡെസിഗ്നേഷൻ ഓഫ് മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയാം. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ ആംഗിളിനെ നമ്മൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ, എഴുതാൻ രണ്ട് രീതികൾ ഉപയോഗിക്കും. അതിനെ നമ്മൾ ഡെസിഗ്നേഷൻ ഓഫ് മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. എന്താണ് ഹോൾ സർക്കിൾ ബിയറിംഗ്? ഹോൾ സർക്കിൾ ബിയറിംഗ് എന്താണ്? അതുപോലെ ക്വാഡ്രൻ്റൽ ബിയറിംഗ്.
ഈ രണ്ട് കാര്യങ്ങളും അതിൻ്റെ ഷോർട്ട് ഫോമും നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷേർഡ് ക്ലോക്ക് വൈസ് ഫ്രം നോർത്ത് പോൾ ടുവേർഡ്സ് എ ലൈൻ ഈസ് നോൺ ആസ്. ഒരു എന്താ പറയുക മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ അതെങ്ങനെ മെഷർ ചെയ്യുന്നു? ക്ലോക്ക് വൈസ് ആയിട്ട്. എവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട്? നോർത്ത് ഡയറക്ഷനിൽ നിന്ന്, നോർത്ത് പോളിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുകയും ആ ലൈൻ വരെ, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈൻ നിൽക്കുന്നുണ്ട്, അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ബിയറിങ് മെഷർ ചെയ്യുന്ന സമയത്ത് ആ എ ബി എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ നോർത്ത് മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡയറക്ഷൻ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ നോർത്ത് മുതൽ ഈ എ ബി വരെ ക്ലോക്ക് വൈസ് ആയിട്ട് എത്ര ആംഗിൾ ഉണ്ട് എന്ന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് അളക്കും. ഈ ഹോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ വാല്യൂ 0 മുതൽ 360 ഡിഗ്രി വരെ വേരി ചെയ്യാം. 0 മുതൽ 360 ഡിഗ്രി വരെയുള്ള ആംഗിളുകൾ ഏതിൽ വരും? ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ വരും. ഇനി അടുത്ത ബിയറിങ്ങിൻ്റെ പേരാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രൻ്റൽ ബിയറിംഗ്. ഈ ക്വാഡ്രൻ്റൽ ബിയറിങ്ങിന് നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് കൂടി പറയും, അത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ക്വാഡ്രൻ്റൽ ബിയറിംഗ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ മെഷേർഡ് clockwise or anti-clockwise from north pole or south pole. നോർത്ത് പോളിൽ നിന്നോ സൗത്ത് പോളിൽ നിന്നോ ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് രീതി മെഷർ ചെയ്യുക. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ അടുത്താണ്, നോർത്ത് പോളിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ സൗത്ത് പോളിൻ്റെ അടുത്താണോ, ഏതിൻ്റെയാണ് കൂടുതൽ അടുത്തായിട്ട് ഈ ലൈൻ നിൽക്കുന്നത്, അതിനനുസരിച്ച് നോർത്ത് പോളിൽ നിന്നോ സൗത്ത് പോളിൽ നിന്നോ ക്ലോക്ക് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ അളക്കുന്ന അളവിന് ബിയറിംഗ് ആണ് എന്ത് പറയുന്നത്? ക്വാഡ്രൻ്റൽ ബിയറിംഗ് എന്ന് പറയുക. നമ്മൾ ഗ്രാഫിക്സിൽ ക്വാഡ്രൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ സർവേയിൽ നമ്മൾ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ 4 ക്വാഡ്രൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റൈറ്റ് സൈഡിലൊരു ഫിഗർ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് 4 നൊട്ടേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്വാഡ്രൻസിനെ നമ്മൾ പറയുന്നത്. ഈ ക്വാഡ്രൻസിൻ്റെ പേരെങ്ങനെയൊക്കെയാണ് വരുന്നത് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഇങ്ങനെ നോർത്തിൻ്റെ അല്ലെങ്കിൽ സൗത്തിൻ്റെ പേര് വെച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ ഈ ക്വാഡ്രൻസിൻ്റെ പേര് പറയാൻ പാടുള്ളൂ. ഒരിക്കലും ഈസ്റ്റ് നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് സൗത്ത് പറയില്ല. എപ്പോഴും നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആംഗിള് ഏത് ക്വാഡ്രൻറ്റിലാണ്, ഏത് പോളിൻ്റെ അടുത്താണെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കണോ, നോർത്ത് പോളിൽ നിന്ന് എടുക്കണോ സൗത്ത് പോളിൽ നിന്ന് എടുക്കണോ ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ക്വാഡ്രൻസിൻ്റെ പേര്. അപ്പോൾ ഒരിക്കലും 90 ഡിഗ്രിയിൽ കൂടുതൽ ആരുടെ വാല്യൂ വരില്ല? റെഡ്യൂസ്ഡ് ബിയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രൻ്റൽ ബിയറിങ്ങിൻ്റെ വാല്യൂ വരില്ല. ഓക്കെ, ഇനി റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓഫ് ലൈൻ ഈസ് കൺവേർട്ടഡ് ടു ക്വാഡ്രൻ്റൽ ബിയറിംഗ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. നമ്മൾ അത് തന്നെയാണ്, അതായത് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിലുള്ളൊരു വാല്യൂവിനെ നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അളവിനെ ഇപ്പോൾ ഒരു 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്? ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. ആ ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ നമ്മൾ റെഡ്യൂസ്ഡ് ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയും. അതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ്. ഇത്രയും മനസ്സിലാക്കുക. The angle taken in the forward direction is called forebearing and angle taken in the reverse direction is called back bearing. ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്. ഫോർ ബെയറിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്ക് ബെയറിംഗ് എന്ന് മാർക്ക്. എന്താണ് അപ്പോൾ ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എയിൽ നിന്ന് ബിയിലേക്ക് എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്ന ആംഗിളിനെ ഫോർ ബെയറിംഗ്. ആ തീറ്റ എന്ന് പറഞ്ഞ ആംഗിള് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇനിയോ എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ബിയിൽ നിന്നും എയിലേക്ക് എടുക്കുന്ന, അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുന്ന ആംഗിൾ θ1, അതിനെയാണ് ബാക്ക് ബെയറിംഗ് എന്ന് പറയുക. അപ്പോൾ ഫോർ ബെയറിംഗ് എന്താണ്, ബാക്ക് ബെയറിംഗ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ബാക്ക് ബെയറിങ് ഈസ് ഈക്വൽ ടു ഫോർ ബെയറിങ് പ്ലസ് ഓർ മൈനസ്. ഈ പ്ലസ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മളുടെ വാല്യൂ എന്താ പറയുക 150-നേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ യൂസ് പോസിറ്റീവ് സൈൻ പ്ലസ്. ഇനി 150-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ മൈനസ് സൈൻ. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും പ്ലസ് എപ്പോഴാണ് ഉപയോഗിക്കുക, മൈനസ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലംസിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് അത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡിക്ലിനേഷനാണ്. നമുക്ക് ട്രൂ മെറിഡിയൻ എന്താണെന്ന് അറിയാം, മാഗ്നറ്റിക് മെറിഡിയൻ എന്താണെന്ന് അറിയാം. എന്താണ് ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക് നോർത്ത് പോളിനെയും ജോഗ്രഫിക് സൗത്ത് പോളിനെയും കടന്നു പോകുന്ന ലൈനെയാണ് നമ്മളുടെ ട്രൂ മെറിഡിയൻ. അതേസമയം മാഗ്നറ്റിക് നീഡിൽ നമുക്ക് കാണിച്ചു തരുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇത് രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിക്ലിനേഷൻ എന്ന് വിളിക്കും. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ. അതുപോലെ ഡിപ്പ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ. എന്താണ് ഡിപ്പ് എന്ന് പറയുന്നത്? എപ്പോഴും മാഗ്നറ്റിക് നീഡിൽ ഫ്രീലി സസ്പെൻഡഡ് ആണെങ്കിൽ അത് കറക്റ്റ് ഡയറക്ഷൻ തരും. അതേസമയം എന്താ പറയുക, അത് മാഗ്നറ്റൈസേഷൻ ഉണ്ടെങ്കിൽ, മാഗ്നറ്റിസത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് എപ്പോഴും ഒരു ഡിഫ്ലക്ഷനിലാണ് നിൽക്കുക. ആ ആംഗിളിനെയാണ്, അതായത് ദാറ്റ് ഇൻക്ലൈൻഡ് ആംഗിൾ ടുവേർഡ്സ് ദ പോൾ അല്ലേ, ടുവേർഡ്സ് ദ ഹൊറിസോണ്ടൽ ഇസ്. അതായത് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. എപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലിന് മാഗ്നറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ഡിപ്പ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ എന്ന് വിളിക്കും. ഡെഫിനിഷനായിട്ട് ചോദിക്കാറുണ്ട്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് ലോക്കൽ അട്രാക്ഷൻ? ഈ ഒരു പാർട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിൻ്റെ പ്രോബ്ലംസ് ആണ്. എങ്കിലും അതിൻ്റെ എന്താണെന്നുള്ളത് തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എന്താണെന്ന് എഴുതി വെക്കണം. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും ഒരു മാഗ്നറ്റിസം ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഈ മാഗ്നറ്റിസം കൊണ്ട് ഈ മാഗ്നറ്റിക് നീഡ് ഡിഫ്ലക്റ്റഡ് ആവുന്നതിനെയാണ് ഈ ലോക്കൽ അട്രാക്ഷൻ. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊരു അല്ലേ, ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഫീൽഡിൽ നമ്മൾ സർവേ ചെയ്യുക, കോമ്പസ് സർവേ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് കിട്ടാറില്ല. അതിൻ്റെ കാരണം എന്താ? അടുത്തുകൂടെ ഹെവി ഇലക്ട്രിക് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസം ഉള്ള ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ മാഗ്നറ്റിക് നീഡിൽ ആ ലൈൻസിൻ്റെ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കും അല്ലേ. ആ ഡിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും മാഗ്നറ്റിക് നീഡിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർമെൻറ്റ് എടുക്കുന്നത് കറക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുക. ഈ ലോക്കൽ അട്രാക്ഷൻ കറക്ഷൻ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഇത് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം വയ്ക്കുക. ഈ കാര്യം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുന്നത് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു, നമ്മൾ ഒരു കോമ്പസ് സർവേ ചെയ്ത് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിച്ചു. ഒരു ട്രാവേഴ്സിൻ്റെ, ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞതാണ്. ഒരു പോയിന്റിൽ തുടങ്ങുകയും അതേ പോയിന്റിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്നതിനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് എൻ സൈഡിലുള്ള ഒരു ട്രാവേഴ്സിൻ്റെ നമ്മൾക്ക് കിട്ടിയ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എപ്പോഴും 2n-4 റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ ആംഗിളിലും എറർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ എറർ എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ അപ്പോൾ 2n-4 റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എത്രയാണ് 2n-4 റൈറ്റ് ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂവിനെ ഈ 2n-4 റൈറ്റ് ആംഗിൾസിൽ നിന്ന് കിട്ടേണ്ട വാല്യൂവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആ എറർ വന്നതെന്ന് നമുക്ക് കിട്ടുകയും ആ എററിനെ ഇപ്പോൾ 4 ആംഗിളിൽ നിന്നാണ് നമുക്ക് ആ ഇത് കിട്ടിയത്, ടോട്ടൽ സമ്മ് കിട്ടിയെങ്കിൽ ആ 4 ആംഗിളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡോ, അൺഎഫക്റ്റഡ് ലൈന് ആദ്യം കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു ലൈന് ഈ ലോക്കൽ അട്രാക്ഷൻ കൊണ്ട് അൺഎഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും.
ഈ അൺഎഫക്റ്റഡ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംപ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആ ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് ഇക്വേഷനാണ്. അതായത് ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും, ഒരു ലൈനിൻ്റെ ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ലൈൻ ഉണ്ടെങ്കിൽ കറക്റ്റ് 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ആ ലൈന് ഒരിക്കലും മെഷർമെൻറ്റ് തെറ്റല്ല എന്ന് നമ്മൾ അനുമാനിക്കുകയും ആ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മറ്റ് കമൻസിങ് ഫ്രം ദാറ്റ് അൺഎഫക്റ്റഡ് ലൈൻ ദ ബിയറിങ് അതർ ലൈൻസ്, നമ്മൾ അതിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും പ്രോബ്ലം സൈഡിൽ നിന്നാണ് ഈ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതി വയ്ക്കുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് കൂടുതലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആവശ്യമായിട്ട് വരും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. പ്ലസ് സൈൻ ഉപയോഗിക്കുക. ഈ രണ്ട് രീതിയിലുള്ള ഡിക്ലിനേഷൻ ഉണ്ട്, ഈസ്റ്റേർലി ഡിക്ലിനേഷൻ ആൻഡ് വെസ്റ്റേർലി ഡിക്ലിനേഷൻ. ഈ പോസിറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ഡിക്ലിനേഷൻ ആകുമ്പോഴാണ്, നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത് വെസ്റ്റ് ഡിക്ലിനേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈസ്റ്റിലേക്കാണോ വെസ്റ്റിലേക്കാണോ എന്നൊക്കെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൊട്ടേഷൻസ് ഉപയോഗിക്കേണ്ടത്. ഇനി മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഈ ഇക്വേഷനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. എപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നത്, നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ട്രാവേഴ്സിൻ്റെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി വയ്ക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് ബുക്ക്? നിങ്ങൾ ചെയിൻ സർവേയിലും ഫീൽഡ് വർക്കും ഫീൽഡ് ബുക്കും ഒക്കെ പരിചയപ്പെട്ടതാണ്. അതുതന്നെയാണ്, അതിലെ കോളംസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഫീൽഡ് വർക്കിൽ വരുന്ന സ്റ്റെപ്പുകൾ നോക്കാം. എല്ലാ സർവേയിലും ആദ്യം വരുന്ന സർവേയാണ് റെക്കഗ്നൈസിങ് സർവേ. നിങ്ങൾ ചെയിൻ സർവേയിലും പഠിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് ഫിക്സിംഗ് ഓഫ് സർവേ സ്റ്റേഷൻ. മാർക്കിംഗ് ആൻഡ് ഫിക്സിങ്, മാർക്ക് ചെയ്തെടുക്കുക, അതുപോലെ ഫിക്സ് ചെയ്തെടുക്കുക. ഏതൊക്കെ സ്റ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്തെടുക്കുക. ഇനി ഫസ്റ്റ് കോമ്പസ് ട്രാവേഴ്സിങ്, ദെൻ ഓൺലി ഡീറ്റെയിലിംഗ്. കോമ്പസ് ട്രാവേഴ്സിങ്, കോമ്പസ് എന്നുള്ളത് നമ്മൾ ഏത് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുന്നത്, ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബിയറിംഗ് മെഷർമെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആംഗിള്, ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയിൻ സർവേയിൽ ചെയ്യുന്നത് പോലെ സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കും. ഓക്കെ, ബിയറിംഗ് വെരിഫിക്കേഷൻ ഷുഡ് ബി ഡൺ ഇഫ് പോസിബിൾ. നമ്മൾ എടുത്ത ബിയറിങ്സിനെ നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഫസ്റ്റ് സ്റ്റെപ്സിൽ വരുന്നത്. പിന്നെ ഡീറ്റെയിൽസ് മെഷർമെൻറ്റ്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് ഫീൽഡിൽ? ഓഫ്സെറ്റിംഗ്, നിങ്ങൾ ചെയിൻ സർവേയിൽ പഠിച്ചില്ലേ, ഓഫ്സെറ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ബിയറിംഗ് ഓൺ ഡിസ്റ്റൻസ്, ആംഗിൾസും നമ്മൾ ഡീറ്റെയിൽ ചെയ്യും, ഡിസ്റ്റൻസും നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. ബിയറിങ്സ് ഫ്രം 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യും. അതുപോലെ ബിയറിംഗ് ഫ്രം 1 പോയിൻറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം അതർ പോയിൻറ്റ്. ഒരു പോയിന്റിൽ നിന്ന് ബിയറിംഗ് എടുക്കും, വേറൊരു പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കും. ഇതൊക്കെ ഒരു കൂടുതൽ ഡീറ്റെയിലിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഫീൽഡ് ബുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പസ് സർവേയിലെ ഫീൽഡ് ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ലൈൻ ഉണ്ടായിരിക്കും, ബിയറിംഗ് ഉണ്ടായിരിക്കും, ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, റിമാർക്സ്. അപ്പോൾ ചെയിൻ സർവേ ആണെങ്കിൽ ഈ ബിയറിങ്ങിൻ്റെ കോളം ഉണ്ടാവില്ല അല്ലേ. അതേസമയം കോമ്പസ് സർവേയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫീൽഡ് ബുക്കിൽ ആവശ്യമായിട്ട് വരും. ഇത് നിങ്ങൾ ഫിഗറിങ്ങിൽ തന്നെ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീൽഡ് വർക്ക് ആൻഡ് ഫീൽഡ് ബുക്കിൽ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. 2 രീതിയിലുള്ള ഡെസിഗ്നേഷൻ ഓഫ് ബിയറിങ്സ് നമ്മൾ പഠിച്ചു. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്,
അതുപോലെ റെഡ്യൂസ്ഡ് ബിയറിംഗ്, ക്വാഡ്രൻ്റൽ ബിയറിംഗ് ആണ്. അപ്പോൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ എങ്ങനെയാണ് ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾ ഫിഗർ വരച്ചിട്ടാണ്, മെയിൻലി ഫിഗർ വരച്ച് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു രീതിയിൽ തന്നെയാണ് ഈ സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ അത് തിയറി പോർഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ എന്താ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് ഒരു തിയറി പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എഴുതിയെടുക്കുക, ഫിഗറും വരച്ചെടുക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഹോൾ സർക്കിൾ ബിയറിങ്ങിലും റെഡ്യൂസ്ഡ് ബിയറിങ്ങിലും എങ്ങനെയാണ് ഇൻക്ലൂഡഡ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഫിഗറിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എഴുതിയെടുക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കോമ്പസ് സർവേയിലെ തിയറി പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി നന്നായി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു.